ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊങ്കലാണ്. തമിഴ്നാടിൻ്റെ ഡിഷാണ് വെൺപൊങ്കൽ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ അരി ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചരി അല്ലെങ്കിൽ പൊന്നിയരിയുടെ പച്ചരി കിട്ടും, അത് എടുക്കാം. ഞാനിതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മൂങ് ദാൽ പരിപ്പ്, അത് ചെറിയ പരിപ്പ്, പായസത്തിൻ്റെ പരിപ്പാണ്, അത് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് താളിക്കാനായിട്ട് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പ്. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് എടുത്തേക്കുന്നത്, നമുക്ക് സാധാരണ സോൾട്ടും എടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് വേണം, കാഷ്യൂ, പിന്നെ റേസിൻസ്, മുന്തിരിങ്ങ, അത് വേണം. ഇത്തിരി ജീരകം, സാധാരണ ജീരകം, കായംപൊടി, പിന്നെ കുരുമുളക്. ഇത്രയുമാണ് നമുക്ക് വെൺപൊങ്കൽ ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ. ഫസ്റ്റ് നമുക്ക് അരിയും ഈ പരിപ്പ് മൂങ് ദാൽ നല്ലോണം രണ്ടും ഒന്നിച്ചിട്ട് നല്ലോണം കഴുകി ഒരു 15 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് കുക്കറിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ അരിയും പരിപ്പും നല്ലോണം സോക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് പറയുന്നത്, ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തത്, 1 ഗ്ലാസ്. അപ്പോൾ അതിൽ 2.5 ഗ്ലാസ് വെള്ളം ആണ് നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ്സാണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വാട്ടർ ആവശ്യമുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അരിയും പരിപ്പും നല്ലോണം സോക്കായതിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 3-4 വിസിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അരിയും പരിപ്പും നല്ലോണം കുക്കായിട്ടുണ്ട്, കണ്ടോ? കറക്റ്റ് വെള്ളമാണ്, നമ്മുടെ പാകത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം കുഴച്ച് എടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെക്കണം. ഞാൻ അരിയും പരിപ്പിൽ ഇത്തിരി നെയ്യും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഇത് അടച്ചു വെക്കണം. നമുക്ക് ജീരകവും എടുത്തു വെച്ചിരുന്നെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിടണം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കുരുമുളകും ജീരകവും ഇട്ടിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ പൊങ്കലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെയ്യിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ജീരകം, കുരുമുളക്, പിന്നെ കുറച്ച് കാഷ്യൂസ്, ഇഞ്ചി. ഇത് നല്ലോണം നമുക്ക് ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും പിന്നെ ജീരകവും കശുവണ്ടി, മുന്തിരിങ്ങ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കായംപൊടിയും ചേർത്തിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൊങ്കലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അരിയും പരിപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെൺപൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിവിടെ ഉള്ളി സാമ്പാറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.